VIP തന്നെ ആദ്യം കടക്കുകയാണെങ്കിൽ നിലവിൽ ഈ ഒരു ലഗേജ് സെഗ്മെൻറ്റിലെ ഒരു മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് VIP എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള പോർട്ട്ഫോളിയോ മറ്റൊക്കെ കമ്പനിക്കുണ്ട്. ബ്രാൻഡ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് VIP. കൂടാതെ പ്രീമിയം ഫോക്കസ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ടും VIP ഇൻഡസ്ട്രീസിന് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഒരു സപ്ലൈ ചെയിൻ നോക്കുകയാണെങ്കിൽ സപ്ലൈ ചെയിനിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുന്നു. കമ്പനിയുടെ മാർജിനും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ മാർജിനുകളിലും കാര്യമായിട്ടുള്ള പുരോഗതി തന്നെ കാണാൻ വേണ്ടി സാധിക്കുമെന്നും മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഈ കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിലവിലിപ്പോൾ VIP ഇൻഡസ്ട്രീസിന് ഒരു ബൈ റേറ്റിംഗ് ആണ് അവർ നൽകിയിരിക്കുന്നത്. 530 രൂപയാണ് നിലവിലിപ്പോൾ VIP ഇൻഡസ്ട്രീസിന് ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് സഫാരി ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലഗേജ് സെഗ്മെൻറ്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ എന്നാണ് സഫാരി ഇൻഡസ്ട്രീസിനെ നിലവിലിപ്പോൾ മോത്തിലാൽ ഒസ്വാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും മറ്റൊക്കെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയുണ്ട്. സ്റ്റോറുകളുടെ എണ്ണം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലും കമ്പനി വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രീമിയം ബാഗുകളായിട്ടുള്ള അതായത് സഫാരി സെലക്ട്, അർബൻ ജംഗിൾ എന്നീ പറയുന്ന പുതിയ സബ് ബ്രാൻഡുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനം ഇപ്പോൾ വിപണിയിൽ കാഴ്ചവെക്കുന്നു. ഇത് നിലവിൽ സഫാരി ഇൻഡസ്ട്രീസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്നും ഈ ഒരു കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സഫാരിക്ക് ഒരു ബൈ റേറ്റിംഗ് നൽകുന്നു. ടാർഗറ്റ് പ്രൈസായിട്ട് നിലവിൽ 2700 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറയാനുള്ളത്.